അരുൺ സോളമനുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. അരുൺ സോളമൻ, നാളെ മുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് പ്രത്യേക നിർദ്ദേശം വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് എങ്ങനെയാണ് മഴ? അവിടെയും മഴയുണ്ടെന്ന് തോന്നുന്നു. കൊടയൊക്കെ പിടിച്ചാണല്ലോ നിൽപ്പ്. അരുൺ, തിരുവനന്തപുരത്ത് സാമാന്യമായിട്ടുള്ളൊരു മഴ നിലവിൽ ലഭിക്കുന്നുണ്ട്. പ്രത്യേക അലർട്ടുകൾ ഇല്ല എങ്കിൽ തന്നെയും ഇന്നിപ്പോൾ മഴ ഇപ്പോൾ രാത്രിയോടുകൂടി തന്നെ നല്ല ശക്തമായ മഴ ലഭിച്ചു വരികയാണ്. നിലവിൽ സംസ്ഥാനത്ത് പ്രളയ സാധ്യത മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം നൽകിയിരിക്കുകയാണ്. ഇതിൽ കൊല്ലം, പള്ളിക്കൽ, അതുപോലെ പത്തനംതിട്ട, പമ്പ, കാസർഗോഡ്, ഷിറിയ ഈ 3 സ്റ്റേഷനുകളിൽ നദീതീരങ്ങളിലാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് നിലവിൽ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് ഈ കൊല്ലത്ത് തന്നെ പത്തനംതിട്ട, മീനച്ചിലാറ്, അതുപോലെ അച്ഛൻ കോവിലാർ ഈ നദീ സ്റ്റേഷനുകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഈ പ്രധാനപ്പെട്ട ഈ 3 ജില്ലകളിലെയും നദികളിൽ ഇറങ്ങാനോ നദികൾ മുറിച്ചു കടക്കാനോ പാടില്ല എന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും നദികൾ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം ഇത്തരത്തിലൊരു അതീവ ജാഗ്രത പുലർത്തണമെന്നുള്ളതാണ് പ്രത്യേകിച്ചും ഈ നദിയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ഇന്ന് സംസ്ഥാനത്ത് 2 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്, പത്തനംതിട്ട, ഇടുക്കി. അതിന് പുറമെ 7 ജില്ലകളിൽ സംസ്ഥാനത്ത് ഇന്നിപ്പോൾ യെല്ലോ അലർട്ട് ഉണ്ട്. ആലപ്പുഴ, എറണാകുളം, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് ഉള്ളത്. നാളെ സംസ്ഥാനത്ത് വീണ്ടും പത്തനംതിട്ട, ഇടുക്കി അടക്കമുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട്. അതിന് പുറമെ മറ്റ് 4 ജില്ലകളിലൂടെ വീണ്ടും ഈ ഓറഞ്ച് അലർട്ട് വരികയാണ്. അതിൽ പ്രധാനമായും എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലാണ് ഈ ഓറഞ്ച് അലർട്ട് വരുന്നത്. ഈ സാഹചര്യത്തിൽ വരുന്ന മണിക്കൂറുകളിൽ ശക്തമായിട്ടുള്ള മഴ സാഹചര്യമുള്ളത്. കോട്ടയത്തിന് പുറമെ കൊല്ലം, പത്തനംതിട്ടയിലും മഴ ശക്തമാകും. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ താമസിക്കുന്നവർ കർശനമായിട്ടുള്ള ജാഗ്രത പുലർത്തണം. അതിന് പുറമെ സംസ്ഥാനത്തെ തീരപ്രദേശ ഗ്രാമങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇന്നു മുതൽ വരുന്ന 27-ാം തീയതി വരെ 3.4 മീറ്റർ ഉയരം വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന് പുറമെ ഈ തീരപ്രദേശങ്ങളിലും മലയോര ഗ്രാമങ്ങളിലും അപ്പുറം ഈ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യത കൽപ്പിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ ഇപ്പോൾ കാറ്റിന് സാധ്യതയുണ്ടെന്നുള്ളതാണ് അരുൺ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഓക്കെ, ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കൊപ്പം അരുൺ സോളമനാണ്. പ്രളയ മുന്നറിയിപ്പുമുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. പ്രേക്ഷകർ കരുതിയിരിക്കണം. വരും ദിവസങ്ങളിലും പുറത്തു പോകുമ്പോൾ ഒക്കെ കുടയെടുക്കുക. പുഴയുടെ തീരത്ത് താമസിക്കുന്നവരൊക്കെ ജലനിരപ്പ് ഉയരുന്നുണ്ടോ എന്നുള്ളത് ജാഗ്രതാപൂർവ്വം നിരീക്ഷിക്കുക. കൃത്യമായ സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ മറ്റ് ശാലകളിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിൽ അവിടേക്കൊക്കെ മാറുക.